ടുഡേന്ന് കാണിക്കോളൂ. എന്നാ എന്റെയിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്റെയിലും ടുഡേന്ന് കാണിക്കുള്ളൂ. ഓക്കെ, ഇയാളെ ടുഡേന്ന് കാണിക്കുമെങ്കിൽ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചേട്ടൻ എന്താ എന്റെയിലേക്ക് വന്നതിന്റെ എന്താ സൈബർ സെല്ലിന്ന് ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തോട്ടെ. അപ്പൊ നീ എന്റെ കോള് വിളിച്ചത് അതിനകത്തുണ്ടല്ലോ. ഓക്കെ, എടുത്തോ. ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ 4 വർഷത്തിന് നിങ്ങൾ പറയുന്ന 4 വർഷം, ഞാനൊരു കാര്യം പറഞ്ഞു 4 വർഷത്തിന് മുമ്പാണെന്ന് പറയുന്നു. എനിക്ക് 4 വർഷത്തിന് മുന്നേ എനിക്കറിയില്ല. കുഞ്ഞാറ്റയുടെ ഡെലിവറിയുടെ ഞാനൊരു കാര്യം പറയട്ടെ, സെപ്റ്റംബർ 2-ാം തീയതി എനിക്ക് എന്റെ അനീറ്റ അക്കൗണ്ടിലേക്ക് എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആള് ഈ സ്ക്രീൻഷോട്ട് അയച്ചപ്പോഴാണ് ഞാൻ ഇയാളുടെ പേര് കാണുന്നത്. ഞാൻ ഇയാളെ ഫോളോ ചെയ്ത്. അതിന് മുന്നേ നീ എന്നെ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പൊ എനിക്ക് ഫോളോ റിക്വസ്റ്റ് അയച്ചു തന്നപ്പം കുറച്ച് ദിവസം മുന്നേ. കുഞ്ഞാറ്റ, അമൽ പത്രോസ്, നമ്മുടെ മല്ലു ഫാമിലി, ഇപ്പൊ പുതിയ ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കുഞ്ഞാറ്റയുടെ വിഷയത്തിലാണ്. അപ്പം അമൽ പത്രോസിന്റെ പുതിയ കഥയെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോരോ ചാറ്റ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്നലെ അദ്ദേഹം ഒരു ചാറ്റിനെ കുറിച്ചൊരു കഥ പറഞ്ഞു. പിന്നെ അതിനുശേഷം വേണ്ട ഒരു പെൺകുട്ടി രംഗത്ത് വരുന്നു. പിന്നെ ഷഫീന ബീബിയുടെ ചാനലിൽ നിന്ന് ചില വോയിസുകൾ പുറത്തു വിടുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസുകൾ പുറത്തു വിട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇപ്പം സുജൻ, അതായത് മല്ലു ഫാമിലെ സുജൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അമല് ഒരു പെൺകുട്ടിയെ എടുത്ത് ഈ പറയുന്ന സുജന്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ 2-3 യൂട്യൂബേഴ്സിന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ സുജൻ രംഗത്ത് വന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തു. ഇപ്പോൾ 2 വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയും അമലും ഡിവോഴ്സ് ആവാൻ വേണ്ടി ഇരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞാറ്റ പറയുന്നുണ്ടായി. സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തു. 1 മില്യണോളം വീഡിയോ വ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ പണ്ട് ഇവർക്കോട് മെസ്സേജ് അയക്കുന്നതാണ്. ആ കുട്ടി പറഞ്ഞു, അതായത് ഭർത്താവിന്റെ എല്ലാ നെഗറ്റീവുകളും കാര്യങ്ങളും എല്ലാം ഈ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന് വയറ്റില ഈ പറയുന്ന എന്തെങ്കിലും രോഗങ്ങൾ വരുന്ന കാര്യങ്ങൾ വരെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാവാം ആ പെൺകുട്ടി മെസ്സേജ് അയച്ചു, ചേച്ചി രക്ഷപ്പെട്ടു ചേച്ചി, പണ്ട് എനിക്കും ഇയാൾ ഇങ്ങനത്തെ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു കാര്യം ഇപ്പൊ വേറെ രീതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ രീതിയിലോട്ട് ഇപ്പൊ സുജൻ ഇടപെട്ടു, സുജന്റെ വൈഫ്, വേറെ 2-3 യൂട്യൂബേഴ്സ്, ആകെപ്പാടെ വിഷയം. ആ ചാറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു അമല് പറഞ്ഞിറക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡിവോഴ്സിന്റെ കാര്യത്തിന് വേണ്ടി ഈ പറയുന്ന വീട്ടുകാർ അടിച്ചിറക്കിയ ഒരു കള്ളക്കഥയും ഒരു പുതിയൊരാളെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് ലാവന മല്ലു ഫാമിലിയുടെ സുജനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തത്. സുജൻ ഈ കുട്ടിയെയും വിളിച്ചു, ഇവനെയും വിളിച്ചു. ഇവർ പിന്നെ കോൺഫറൻസ് കോൾ വിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഫറൻസ് കോൾ. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ, സുജിനോടാണ് പറയുന്നത്. സുജാതയോ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി സംസാരിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിവനെ വെളുപ്പിക്കാൻ വേണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിയായിട്ട് നിങ്ങളുടെ ഓരോ സംസാര രീതികളൊക്കെ. എൻ്റെ പൊന്ന് സുജ, നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കിട്ട് ഉണ്ടാക്കുന്നവന്മാരെ നമ്മൾ അവന്മാരെ പറിച്ചു കളയണം. ഞാൻ അത്രേ പറയത്തുള്ളൂ. കൂടെ നിന്നിട്ട് നമുക്കിട്ട് ഉണ്ടാക്കുന്നവനെ. ഇപ്പം നിങ്ങളുടെ വൈഫിൻ്റെ പേരും അതും ആ കൊച്ചിനോട് അത് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക. സ്ട്രോങ് ആയിട്ടത്. പിന്നെ അവൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോലെ ഇരുന്ന് സംസാരിക്കാനോ ഇതൊന്നുമില്ല. അതിൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ സംസാര രീതി. നിങ്ങളെല്ലാം എനിക്ക് ഭയങ്കര പുച്ഛം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, എന്തിന് 2 വർഷം മുമ്പുള്ള ചാറ്റ്, എന്തിന് മിണ്ടാൻ പോയി, എന്തിന് ബ്ലോക്ക് ചെയ്യാൻ പോയി, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ ഇതൊക്കെ ചോദിക്കാനാ? ഇപ്പം നമുക്ക് എക്സാമ്പിൾ, ഈ ഫാമിലി വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ അങ്ങോട്ട് മെസ്സേജ് അയക്കും, സുഖമാണ് അങ്ങനെയൊക്കെ. അതുപോലെ ആ കൊച്ചും ആ ഒരു ഇതുകൊണ്ട് അയച്ചതാണ്. വലിയ യൂട്യൂബേഴ്സൊക്കെ മെസ്സേജ് അയച്ചല്ലോ, നമ്മൾ ചോദിച്ചതിന് മറുപടി തന്നല്ലോ, അങ്ങനെയൊക്കെ ഉള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? അതുപോലെ അവന് മെസ്സേജ് അയച്ച് കഴിഞ്ഞപ്പോഴാണ് വൈഫ് പ്രഗ്നന്റ് ആയ സമയത്ത് അവന്റെ ചാറ്റ് മോശമായിട്ടുള്ള ചാറ്റ് രീതികൾ വന്ന് ആ കൊച്ചു ബ്ലോക്കും ചെയ്തു. അവൻ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ മോശക്കാരനാണെന്ന് നിനക്ക് നല്ല രീതി അറിയാം. പക്ഷെ ഇവിടെ ഇപ്പം ഇത് ഇവന്റെ ഭാഗത്ത് ന്യായം വന്നു കഴിഞ്ഞാൽ ഇവർ ഈ കേസ് കള്ളക്കഥയാണ്, മീൻസ് ഈ പെണ്ണിനെ കൊണ്ടുവന്നതെന്ന് വരുത്തി തീർത്താല നീയും സേഫ്, നിങ്ങളുടെ വൈഫും സേഫ് ആവും. ആ ഒരു രീതിയിലേക്കാണോ നിങ്ങൾ ആക്കുന്നത്? പക്ഷെ ഇവിടെ ഒരു കൊച്ചു നിരപരാധിയാണെങ്കിലോ? ഞാൻ ഇത്രേ പറയുന്നുണ്ട്, ഇവിടെ ഈ കൊച്ചിന്റെ ഭാഗത്ത് ന്യായം. ഇവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തോന്നിവാസമല്ലേ നിന്നോട് ചെയ്യുന്നത്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ബുദ്ധി കുറവൊന്നും. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധനം എടുപ്പിക്കാൻ നോക്കുക. ഒറ്റയടിക്കൊന്നും കിട്ടുമെന്നൊന്നുമില്ല. സൈബറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇന്ന പോലെ ചാറ്റ് എടുക്കാന്നൊക്കെ ആ കുട്ടിയോട് പറയുന്നുണ്ടല്ലോ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോഴും ഞാൻ പറയുക സുജനോട്, നിങ്ങൾ എൻ്റെ പോക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. ആ പെണ്ണിൻ്റെ വിളിച്ചിട്ട് ഒന്നും വിടത്തില്ല, അങ്ങനെയാണ് മറ്റേ റെക്കോർഡെന്ന് പറഞ്ഞിട്ട് കൂടെ പെണ്ണിൻ്റെ പേരും അഡ്രസ്സും അതും എല്ലാം പോകുന്ന രീതിയിലാണ് നിങ്ങൾ കാര്യം സംസാരിച്ചത്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഈ അമലിനെ എങ്ങനെയെങ്കിലും അമലിനെയും കൂടെ ഒന്ന് വിളിപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏത് മണ്ടനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഏത് മണ്ടനും ഇതിപ്പം
എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ബിസിനസ്സാണ്, അതാണ് മറ്റേതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്, ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ഇത് ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ആയിരിക്കാം, അതെന്തെങ്കിലും ആട്ടെ. പക്ഷേ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക. നിന്റെ കൂടെ എന്നിട്ട് നിനക്കിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അവൻ ആരാ മോനെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇവനൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ? എടാ, വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ അടുത്ത സമയത്ത് ഈ പറയുന്ന പൊന്നൂസിൻ്റെ ഒരു വിഷയം വന്നപ്പം നമ്മുടെ അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് പൂരത്തെറി പറഞ്ഞല്ലോ, പൂരത്തെറി. ഇവൻ ഇത് ചെയ്ത് തെറ്റാണോ ഇല്ലെന്ന് നീ അത് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തോ, കറക്റ്റ് സൈബറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരക്ക് നീ അത് കണ്ടുപിടിക്കണം. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് പറയാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ അവൻ ഇന്ന പോലെ പറഞ്ഞു എന്നുള്ള ധൈര്യത്തോടെ പറയാൻ പറ്റുമോ നിനക്ക്? കൂടെ എന്നിട്ട് അതിനെ കിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും കൂടെ കാരണം കൂടെ എന്ന് ചതിക്കുന്നവന്മാരെ സൂക്ഷിക്കണം. ഇപ്പോഴും ഓക്കെ, ഇവനെ വെള്ള പൂശാനാ നിൽക്കുന്നെങ്കിൽ നാണം കെട്ട പരിപാടിയുള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ ബ്രോ. എനിക്കെന്തോ നിങ്ങളെന്തോ പേടിച്ചല്ല, നിങ്ങളുടെ വല്ല കഥകളെല്ലാം അവനറിയാവോ? അറിയാൻ മേത്തോണ്ട് ചോദിക്കുക. എന്തോ പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഭയങ്കര നെഗായിട്ട് തോന്നി. ഞാൻ അങ്ങനെ പറയുന്നില്ല. അന്ന് അതുൽ വ്ളോഗ്സിനെ അടുത്ത് വലിച്ചു കീറുമായിരുന്നു, തെറിയോടെ തെറി, പൂരത്തെറിയോളി, വലിയ മാസ് കാണിച്ചു നിങ്ങൾ. അത് കാണിക്കേണ്ടത് ഓക്കെ അതുപോലുള്ള കേസ് കേട്ടില്ലല്ല. ഇവിടെ ഒരു പെണ്ണ് ഉറച്ചുറച്ച് പറയുവാണ് ഇവൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവൻ അങ്ങനെ അവളെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. അവനെ വിളിച്ചിട്ട് അവൻ്റെ സംസാര രീതിയിൽ എനിക്ക് മനസ്സിലാവും പൂലോക കള്ളനാണെന്ന്. കോൺഫറൻസ് കോൾ ഇട്ടത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. ബബ്ബെ അടിക്കുമ്പോഴാണ് താൻ എന്താ എങ്ങനെ സംസാരിക്കുന്നത്, ഡാ പോടോന്നൊന്നും വിളിക്കണ്ട എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവന് ഉത്തരവില്ല. അവന് കൂട്ടി നിൽക്കുകയാണെങ്കിൽ ഷഫീന ബീബിയുടെ ഒരു വോയിസ് കേൾക്കാം, സുജനെ വിളിച്ചത്. ഇതിന് നിങ്ങൾ എനിക്ക് വിളിക്കേണ്ട ആവശ്യം? നിങ്ങൾ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്ന് വിളിച്ച് ചോദിക്കുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അല്ല നിങ്ങൾ ഇത് എന്റെ അടുത്ത് ചോദിക്കാനുള്ള അതായത് നിങ്ങളും ഞാനും തമ്മിൽ എന്താ ബന്ധം ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാൻ പറ്റുള്ളൂന്നുണ്ടാ സുജിനെ? എന്ത് വർത്താനാ പറയുന്നത്? ആ കുട്ടിയുടെ ഫോണ് ബ്ലോക്ക്ഡ് ആണ്, ഇത് ഞാൻ മൂലമാണ് നിങ്ങളിൽ എത്തി. നിങ്ങൾ എന്റെ ഫോട്ടോ കാണിച്ചല്ലേ പറഞ്ഞത്, എന്റെ വീഡിയോ കണ്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? സ്ക്രീൻഷോട്ട് ആരെ കയ്യിൽ നിന്ന് കിട്ടിയാലും ആ കുട്ടിയുടെ ഫോൺ എടുക്കാത്തത് കൊണ്ട് അതൊന്ന് റിക്വസ്റ്റ് ചെയ്തു എന്നല്ലേ നിന്റെ അടുത്ത് ചോദിച്ചോളൂ. അതിന് ഇത്ര തിളക്കിന് എന്തിനാ? അല്ല, അപ്പൊ ആ കുട്ടി അമ്പലിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ പോലെ ഞാൻ ചോദിക്കണേ അവളെ മറുപടി ഇല്ലല്ലോ. അപ്പൊ അതെന്താ എന്താ അമലിന്റെ അടുത്ത് സംസാരിച്ചെന്ന്? എത്രയോ പെണ്ണുങ്ങളെ പറ്റിയിട്ട് അമൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവള് പറയുന്നത്. അപ്പൊ ഇത്രയും പെണ്ണുങ്ങളെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഇവിടെ എന്തെങ്കിലും കേട്ടിരുന്നത്രേ? അതെന്തത്രേ? അതിപ്പോ ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ? അങ്ങനല്ല, അവരൊരു സമയത്ത് അവരോട് സംസാരിച്ചിരുന്നായിരുന്നു അമലായിട്ട്. പിന്നെ അമലായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ തെറ്റിയപ്പോ ഈ 2 വർഷം മുന്നുള്ള കാര്യം എന്തിനാണ് ഇപ്പൊ കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് പറഞ്ഞത്? അവള് അതിന്റെ ആവശ്യം എന്താ ഇപ്പോ? ഈ ഡിവോഴ്സ് ആയ സമയത്താണ് ആ കുട്ടി ഇൻഫർമേഷൻ കൊടുത്തതെന്നാ പറയുന്നത്. അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഡിവോഴ്സ് ആയി 2 വർഷം മുന്നേ നടന്ന കാര്യത്തിനെ പറ്റി ഇപ്പൊ മെസ്സേജ് ആവശ്യം എന്താ ഉള്ളത്? ഇങ്ങനെ ഒരു വിഷയം നടന്നെന്ന് അവന് സമ്മതിക്കുന്നുണ്ടല്ലോ സുജിനെ? ഇല്ല സമ്മതിക്കില്ല. ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ? ഞാൻ കോൺഫറൻസ് കോൾ ഇപ്പൊ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? അവൻ വീഡിയോക്കകത്ത് അവൾ പറഞ്ഞു. ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഷഫീന ബീവിക്ക് ഒരു തെറ്റ് പറ്റി. അതായത് അത് അവൻ സമ്മതിച്ചെന്ന് പറഞ്ഞ വേറൊരു കേസ് കേട്ടാ ചേച്ചി, വേറൊരു കേസ് കേട്ടാണ്. ഇവൻ ഒരുപാടെണ്ണം ഉണ്ടല്ലോ, ഇവനില്ല ആണല്ലോ. അപ്പൊ പിന്നെ അവൻ ഒരുപാട് കേസ് കേട്ടുണ്ട്. അപ്പൊ ഈ കൊച്ചല്ല, ആ കൊച്ച്, അത് 8ാം ക്ലാസ്, അന്നത്തെ 8ാം ക്ലാസ്സുകാർ ഇപ്പൊ ഡിഗ്രിയിൽ എങ്ങനെ പഠിക്കുന്ന കൊച്ച്, അത് വേറെ കഥയാണ്. അത് വീഡിയോ സമ്മതിച്ചത് വേറെ കഥയാണ്, അത് ഈ കൊച്ചിന്റെ അല്ല. അത് തെറ്റ് പറ്റിയതാ ചേച്ചിക്ക്. ഓക്കെ, എന്റെ പൊന്നു സുജാ, നിങ്ങളുടെ വോയിസ് ഞാൻ കേട്ടു. 2 വർഷം മുമ്പുള്ള കാര്യം നിന്റെ വീട്ടിലെ കാര്യമൊന്നും അല്ലല്ലോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. നിന്റെ വീട്ടിലെ കാര്യമാണോ? നിന്നത് നിന്റെ കൊച്ചിന്റെ പേര് പറഞ്ഞത് അത് ഇവൻ തന്നെയാണ് ഈ പെണ്ണിനോട് പറയുകയും ചെയ്തത്. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്നല്ല, 2 വർഷം മുമ്പ് ചാറ്റ് ചെയ്ത സമയത്ത് കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുള്ളവൻ കുഞ്ഞ് വയറ്റിലായിരിക്കുന്ന സമയം 7ാമത്തെ മാസം 8ാമത്തെ മാസത്തിലാണ്. ആ സമയത്താണ് നിങ്ങളുടെ വൈഫിന്റെ പേരും വേറെ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അവരുടെ ഒക്കെ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുകയും ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ഇവന്റെ സുഖം തേടി പോയവനാണ്. താല്പര്യമുണ്ടോ അങ്ങനെയാണ് മറ്റാണ്. അപ്പൊ കൊച്ചു ബ്ലോക്ക് ചെയ്ത സമയത്ത് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചു, അവിടെയും ബ്ലോക്ക് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ആർക്കാ ക്രിമിനടി? ഇവിടെ സത്യം പറഞ്ഞാൽ നീ ആദ്യം തെളിയിക്കണം. നീ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ, നീ അത് കറക്റ്റായിട്ട് കേസ് കൊടുത്ത് നീ അത് തെളിയിക്കണം. ഇതിപ്പോ നീ അമലിനെ താങ്ങാൻ പോകുമ്പോ നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ നിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവനെ അറിയാം, അത് പേടിച്ചിട്ടാണ് നീ പറയാത്തെന്നുള്ള രീതിയിലാവും. പറഞ്ഞു മനസ്സിലായോ? ഇതിപ്പം ഷഫീന ബീബി നല്ല സ്ട്രോങ് ആയിട്ട് അവർ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ആ ഒരു തെറ്റ് പറ്റിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 ആളാണ് അവന്റെ ചാറ്റ് ലിസ്റ്റ് ഞാൻ കുറെ കണ്ടതാ, ഇവന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ മൊത്തം നമ്മൾ കണ്ടതാ. ഇപ്പൊ സുജന ഇങ്ങനെ പറയാം, എന്തിന് ഇപ്പൊ അത് വന്ന് പറയണം, എന്തിന് ചെയ്യണം? നിന്റെ വീട്ടിലെ കാര്യമല്ലല്ലോ അത്. ആ കുഞ്ഞാറ്റെ ഇവനും ഡിവോഴ്സ് ആയി എന്ന് മനസ്സിലായപ്പോഴാണ് ആ പെൺകുട്ടി ആ കാര്യം പറഞ്ഞത്, ഇന്ന പോലെ സംഭവം ചേച്ചി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. എടാ, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നിന്റെ എന്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാ. ഓക്കെ, അപ്പൊ അവര് ഒരാൾ സമ്മതത്തോടാണെങ്കിൽ പിന്നെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയാം. ഇതൊരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തി എടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നിന്റെയൊക്കെ കഥ പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ, അത് സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ആ കുട്ടിയുടെ വോയിസും സംസാരവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഇവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുജ. അത് നീ തെളിയിക്കുക. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നീ എന്ത് ശിക്ഷ അവന് കൊടുക്കും?
അത് കോടതിയൊന്നുമല്ല, ഒന്ന് ആലോചിക്കും. നമുക്ക് വേണ്ടപ്പെട്ട ആളിനെയാണ് പറയുന്നത്. ഇവിടെ മനുഷ്യരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ച്, അത് ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് വൈഫ് എന്നൊക്കെ പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ അത് തിരക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടുത്തെ ആണുങ്ങളുടെ രീതിയും മൈൻഡും എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഒരു റിലേഷനൊക്കെ ആകുമ്പോൾ എടി നീ ഷാൾ ഇട്ടിട്ട് പോ, അല്ലെങ്കിൽ നീ അത് ചെയ്തിട്ട് പോ, അത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇപ്പോഴത്തെ ആണുങ്ങളുടെ രീതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ആണെങ്കിൽ പോലും. ഇപ്പം ഓക്കെ, നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ എടാ കൊള്ളാം, അവള് കൊള്ളാം, ഇവള് കൊള്ളാം, എപ്പോഴും സ്ഥിരം പറയുന്ന ഒരുത്തൻ്റെ അടുത്തോട്ട് നമ്മുടെ ഒരു പെണ്ണ് അങ്ങോട്ട് പോകുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കുമോ, അവൻ അങ്ങനെ ചിന്തിക്കുമോ, അയ്യോ 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 ആ ഒരു തോന്നലുണ്ടാവും. ഞാനിപ്പോൾ ഇതൊക്കെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പെൺകുട്ടി നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അതും അമൽ അങ്ങനത്തെ തോന്നിയവാസം പറഞ്ഞു എന്നുള്ള രീതിയിൽ അത് വളരെ മോശമായിട്ടുള്ള, അത് തെളിയിക്കണം. അത് നീ തെളിയിച്ച് ഇവിടുത്തെ സോഷ്യൽ മീഡിയ നീ അത് കൊണ്ടുപോകും. നീ എന്തായാലും ഇതിനെ എടുത്തിട്ടില്ലേ, അത് കൊണ്ടുപോകാം സുജന. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഈ പെണ്ണിന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നമ്മൾ അവൾക്കെതിരെ സംസാരിക്കുക മാത്രമല്ല അതിനുള്ള ശിക്ഷയും മേടിച്ചു കൊടുക്കും പറ്റുന്ന രീതിയിൽ. വെറുതെ അങ്ങനെ ഒന്നും പറയരുതല്ലോ, കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അവളും റെഡിയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ആ നാരദനായ അവനുണ്ടല്ലോ, അവനെപ്പോലുള്ളവനെ നീ സൂക്ഷിക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സൂക്ഷിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കൂടെ നിൽക്കുന്നവർ ചതിക്കുമ്പോഴാണ്. നമ്മൾ വിശ്വസിച്ച് കുറേ കാര്യങ്ങൾ പറയുന്ന അവർ നമ്മളെ കാല് വാരുവാണെങ്കിൽ പിന്നെ നമ്മളില്ല. പക്ഷെ അങ്ങനെ വാരുന്നവനെ പിന്നെ വാരാനുണ്ടാവരുത്. അതാണ് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ബാക്കി വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെയോ സംസാരിച്ചങ്ങ് പോകുന്നു. ഒരു 10 മിനിറ്റിൽ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇപ്പൊ തന്നെ ഒരു 15 മിനിറ്റ് ആയോ എന്ന് എനിക്ക് തോന്നുന്നത്. പറയല്ലേ അമല് എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല. നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിതിപ്പോ വല്ല കുഞ്ഞാറ്റോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതാ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യം, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? 2 വർഷം മുന്നേ പെങ്ങളെ ഞാൻ പറയട്ടെ, കുഞ്ഞാറ്റ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വേറെ ആരുടെ ചാറ്റ് ഇട്ടു. അപ്പം കുഞ്ഞാറ്റയ്ക്ക് വേറെ ചാറ്റുകൾ ഇങ്ങനെ വന്നെന്ന് ഓൾറെഡി സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് ഞാൻ അയച്ചത്. അല്ലാതെ ഞാൻ കാരണം അല്ല ഡിവോഴ്സ് ആയത്. അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ചേട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ എന്ത് ഞാൻ ഇതിന്റെ പേരുമായിട്ടാണ് കുഞ്ഞാറ്റ അമലിനെ വിളിച്ചിട്ട് മ്യൂച്വൽ ചോദിച്ചോണ്ടിരിക്കണേന്ന്. അത് അമല് പറഞ്ഞേ, അതിന്റെ റെക്കോർഡിന്റെ കയ്യിലുണ്ട്. അമല് പറഞ്ഞത് അത് അമലിന്റെ ഇതിൽ ഞാൻ എവിടെയും ഞാൻ കുഞ്ഞാറ്റയുടെ പിന്നെ മെസ്സേജ് അയച്ചു, എന്തിനാ എന്റെ പേരെടുക്കാൻ അങ്ങനെ എല്ലാവരും പറയും. അപ്പൊ അവളെ എന്നോട് പറഞ്ഞു കൊച്ചു മാത്രമല്ല എനിക്ക് മെസ്സേജ് അയച്ചത്, വേറെയും ഒരുപാട് മെമ്പറുടെ മെസ്സേജ് അയച്ചിട്ട് കൊച്ചു അയച്ചതിന്റെ പേരിലെല്ലാം ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുവാ കുഞ്ഞാറ്റാന്ന് പറയുന്ന ലിസ്റ്റ് എനിക്ക് മെസ്സേജ് എന്റെ കുഞ്ഞായിട്ട് എനിക്ക് സംസാരിക്കില്ല. പക്ഷെ ഇതിനകത്ത് ഒരു കമ്പനിക്ക് വന്നത് ഞാൻ ഉണ്ടായപ്പോ എന്റെ അമ്മ ഞാൻ പറയാം, ഞാൻ അവരോട് അങ്ങനത്തെ രീതിയിൽ ഇതിന്റെ വരെ സംസാരിച്ചിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതില് എന്റെ ഭാര്യയെ പറ്റിയിട്ട് കുഞ്ഞാറ്റയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആള് ചേട്ടൻ പറഞ്ഞില്ലേ എന്താ പറയുക സൈബർ സെല്ലിൽ എടുക്കാന്ന് പറഞ്ഞില്ലേ ചേട്ടന്റെ അവന്റെ എന്തൊക്കെ വന്ന് നാളെ വന്ന് എനിക്ക് കാണാൻ പറ്റും നിങ്ങളെ. ഞാൻ അമ്മേനെ കൂട്ടി വരാം. ഓക്കെ. ഇത് ഞാൻ പറയട്ടെ, ഇതിൽ സീനാവാനൊന്നുമില്ല. അമല് നിങ്ങളുടെ അടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കുഞ്ഞാറ്റ അടുത്ത് പറഞ്ഞു, കുഞ്ഞാറ്റത് എല്ലാവരുടെ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇത് ഇപ്പൊ എന്റെ ഭാര്യയെ പറ്റിയിട്ട് വന്നൊരു വോയിസും എന്തുവാ പേരും പറഞ്ഞോണ്ട് നടക്കോണ്ടല്ല. എന്റെ ഫോണില് എന്റെ ഇൻസ്റ്റയിലെല്ലാം ഫോളോവേഴ്സ് വന്നോണ്ടിരിക്കുക. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ. 2 വർഷം മുന്നേ കഴിഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ട് കുഞ്ഞാറ്റടുത്ത് പറയേണ്ട ആവശ്യം സത്യത്തിലില്ല. ഒന്ന് മനസ്സിലാക്കുക, അവര് ഡിവോഴ്സ് ആയെന്ന് അറിഞ്ഞതിന് ശേഷം വേറെ ചാറ്റ് അവൾ ഇട്ടതിന് ശേഷമല്ല ചേട്ടാ ഞാൻ പറഞ്ഞേ, പറഞ്ഞതല്ലല്ലോ ചേട്ടാ. എന്തിനാ അതിന്റെ ആവശ്യം നിങ്ങൾക്ക്? ഇപ്പൊ 2-3 വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പൊന്നളിയാ, ഞാനൊരു കാര്യം മുമ്പേ പറഞ്ഞല്ലോ. അത് അവള് പറഞ്ഞു അവളൊരു സബ്സ്ക്രൈബർ ആണ്. പ്രഗ്നന്റ് ആയ സമയത്ത് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല എന്ന് ചോദിച്ചാണ് അക്കൗണ്ടിൽ മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ഇവൻ എന്തെടുത്ത് ഈ പെണ്ണിന് റിക്വസ്റ്റ് അയച്ചു, ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് റിക്വസ്റ്റ് അയച്ച് സംസാരം തുടങ്ങി. അതൊരു വേറെ രീതിയിലോട്ട് ഇവൻ പോയപ്പോഴാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ പോയത്. ഇപ്പൊ അവർ ഡിവോഴ്സ് ആയപ്പം ഇവിടെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഇവിടെ അന്നൊരു അനുഭവം ഇങ്ങനെ ഉണ്ടായി. അങ്ങനെ ഓരോ പെൺകുട്ടികൾ വന്ന് പറയാൻ തുടങ്ങുന്നത്. അത് പറയേണ്ടതാണെന്ന് നമുക്ക് തോന്നിയെങ്കിൽ അവള് പറഞ്ഞു. അത് നീ തിരക്കേണ്ട ഒരു ആവശ്യവും, നിനക്ക് അതിനൊരു റൈറ്റ്സും ഇല്ല. സത്യം പറഞ്ഞാൽ ചോദിക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല മോനെ നിനക്ക്. അപ്പൊ നീ അവന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ നിൽക്കുന്നത്? എടാ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെയ്യുന്നത്. ഇതിപ്പം നീ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൻ പറഞ്ഞിട്ടുണ്ടോന്ന് നീ അത് തെളിയിക്കാൻ നോക്ക്. അല്ലാതെ ആ കൊച്ചിന്റെ നെഞ്ചത്തോട്ട് കയറാതെ, അത് എട്ടും പൊട്ടും തീരാത്തൊരു സാധനമാണ്. അത് ചിന്തിക്ക്. അതെന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ സമാനപ്പെടോ? അതെന്തെങ്കിലും കാണിച്ചിട്ട്, ഞാൻ പറയാൻ എന്തെങ്കിലും ആ കൊച്ചു കാണിച്ചിട്ട് അവൾ നിരപരാധിയാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നീ സമാധാനം പറയൂ? ഇവിടെ എങ്ങാണ്ട് ഇത് വൃത്തിയോട് പറഞ്ഞു നടന്ന അവനാണ്. അവനുണ്ടെങ്കിൽ അവന് തക്കതായിട്ടുള്ള ശിക്ഷ കണ്ടെടുത്താൽ നോക്കുക. ഞാൻ പറയട്ടെ, എത്ര കൂട്ടുകാരനാണെങ്കിലും നമ്മളെക്കുറിച്ച് തോരെ അറിയാന്ന് പറഞ്ഞാലും ഇപ്പൊ വീട്ടുകാരെ അല്ലെങ്കിൽ കൂടെയുള്ള പെണ്ണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലാ വെച്ചേക്കരുത്. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ തല്ലിയോ കൊല്ലുമോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ അതിനെക്കുറിച്ച് പോലും പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമല്ല. വെച്ചേക്കരുത്. ഞാൻ അത്രേ പറയത്തുള്ളൂ. പൊട്ടിക്കുന്നെങ്കിൽ പൊട്ടിക്കുക. പിന്നെ അവൻ ഓർത്ത്, നാളെ ആണെങ്കിൽ അവൻ ഓർത്തിട്ട് വേണ്ടായിരുന്നു എന്നാലോചിക്കണം. സത്യം പറയാലോ, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാളെ ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ
അതുപോലാണ് അവന്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴേ. സുജൻ അത് പിന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കും. തെറ്റ് പറ്റിയെന്ന് തോന്നുമ്പോൾ നീ പോയി ആ കൊച്ചിനോട് മാപ്പ് പറയൂ. നമ്മളിപ്പോ എന്തിനാ സംസാരിക്കേണ്ട ആവശ്യം? അത് അപ്പൊ നിങ്ങൾ എന്നാലും കുഞ്ഞാറ്റ എങ്കിൽ നിങ്ങൾ കുഞ്ഞാറ്റടുത്ത് അപ്പൊ തന്നെ പറയണായിരുന്നു, കുഞ്ഞാറ്റ ഞാൻ പറയരുത്, എന്റെ പേര് ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചെടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത് നിങ്ങള് പറഞ്ഞത് എന്റെ അടുത്ത് അവള് എന്റെ പേര് പറഞ്ഞിട്ടുമില്ല, അവള് അത് ക്രോപ്പ് ചെയ്തിട്ടാണ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തെന്ന് അവള് പറഞ്ഞേ. പക്ഷെ ക്രോപ്പ് ചെയ്തിട്ടോ? ക്രോപ്പ് ചെയ്തിട്ടൊന്നല്ല. എനിക്ക് മറ്റേ പൊന്നൂസൻ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചിരണോ? അയച്ചു തരണ്ട ചേട്ടാ. ഇല്ല ഇതെന്തോ ഇത് ഹലോ ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞ എനിക്ക് അയ്യോ ഞാൻ നിങ്ങളോട് ഇപ്പൊ എനിക്ക് നിങ്ങളെ ഒരു മിനിറ്റ് ഓക്കെ. അപ്പൊ ഞാൻ പറയട്ടെ, ഇതേപോലെ തന്നെ അമൽ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ തെറ്റ് കാട്ടിയെന്നോ കാട്ടിയിട്ടില്ല ഞാൻ ഞാനിപ്പോ ഇങ്ങനത്തെ കാര്യം പറയണേ. അമൽ എന്റെ ഭാര്യ പറ്റിയ അമല് ഒരു അതന്നെ. അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ അമലിനെ കൂട്ടിയിട്ട് ഒരു വട്ടം നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വരാം. അത് വന്നിട്ട് അമൽ അത് സമ്മതിക്കണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് കേസ് കൊടുക്കാം. കേസ് കൊടുക്കുമ്പോ അല്ല ഇവനുണ്ടല്ല, ഇവനടുത്ത് ഇവൻ എനിക്ക് എന്ത് മെസ്സേജ് ഇട്ട് ഞാൻ കൺവിൻസ് ആവാതിരുന്ന സമയത്ത് ഇവൻ പറഞ്ഞ പേരാണ് പൊന്നൂസ്, പിന്നെ ചേട്ടന് മറ്റേ ഉള്ള റിലേഷൻഷിപ്പ്, പിന്നെ എന്തുവാ അനുവിന്റെ വൈറ്റമിൻ, ഇത് ഇവൻ തന്നെ പറഞ്ഞത്. പിന്നെ കുഞ്ഞാച്ച ഞാൻ ഇനി കൂടുതൽ പറയണില്ല. അവൻ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ പേരാളാ. പിന്നെ അല്ലാതെ ഞാൻ ഇന്റർനെറ്റ് കളിക്ക് പറയണേ ചേട്ടി ഇത് ഈ വോയിസ് എന്റെ അടുത്ത്. ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും പേര് അവൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവളത് പറയുന്നതിൽ എനിക്ക് ജെന്യൂനായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, അത് മിക്കവർക്കാണെങ്കിൽ പോലും. എന്നെ ഇപ്പോൾ 2-3 പേര് കോൺടാക്ട് ചെയ്തു. ആ പെൺകുട്ടി ശരിയാണ്, സുജിൻ ഇത് എന്ത് പറ്റി, ഇവൻ ഒരു എട്ടും പൊട്ടും തിരിയാത്തയാണോ, എന്തിനല്ല അവന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ സുജൻ, ഞാൻ ഒരു കാര്യം കൂടെ സുജനോട് പറയാം. സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ അതൊക്കെ തൻ്റെ ഇഷ്ടമാണ്. താൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. പക്ഷേ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുള്ളൂ. തനിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ഓരോ വ്യക്തിയുടെ പേര് സഹിതം ഈ പെൺകുട്ടി എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിക്കുക. അവർ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അവൾ പറയുന്നത് ഓക്കെ ഏകദേശം ശരിയാണെന്ന് നിനക്കും അറിയാം. പക്ഷെ അത് തെളിയിക്ക്, എങ്ങനെയെങ്കിലും തെളിയിക്ക്. അല്ലെങ്കിൽ ഇപ്പം ഡൗട്ടാവും, ഭയങ്കരമായിട്ട് ഇതാവും, 2 ചേരിയായിട്ട് തിരിക്കും. ചിലപ്പോൾ ഒരു 60% ആയിരിക്കും നിങ്ങളുടെ ഭാഗത്തിനായും. ഓക്കെ, അത് നിങ്ങളുടെ ഞാനത് പറയുന്നത് ശരിയല്ല, ആലോചിച്ചെടുക്കുക. ആ വ്യക്തിക്ക് നെഗറ്റീവ് ആവും. മറ്റേവനെ വിശ്വസിക്കേണ്ട, അവനെ ഈ ജന്മത്ത് വിശ്വസിക്കേണ്ട. ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഓക്കെ, ഞാൻ ബാക്കി കൂടെ വീഡിയോ വെക്കാം. പറയടാ, എന്താ വിളിച്ചേ? ഞാൻ വിളിച്ചെന്നു വെച്ചാലേ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നാളെ ഇപ്പൊ ഞാനൊരു സാധനം കൂടെ അയച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഓൾറെഡി ഈ സാധനം വന്നു കഴിഞ്ഞപ്പം എങ്ങനെ എനിക്ക് അവന്റെ അനിയനാണല്ലോ എന്റെ അനിയനാണ് ഇവിടെ അയച്ചത്. സെപ്റ്റംബർ 2-ാം തീയതി എന്റെ അനിയൻ അയച്ചു. 3-ാം തീയതിയാണ് ഞാൻ തന്നിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ എനിക്ക് അയച്ചത്. അത് എനിക്കല്ലാട്ട് വിളിച്ച് ചാറ്റിൽ ഒന്നും അയച്ചാൽ ഇവിടെ അയച്ചേക്കണതെല്ലാം കുറെ അയച്ചത് എന്റെ അനിയൻ സ്നേഹിച്ചിരിക്കുന്ന പെങ്കൊച്ചിന് എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ എന്റെ വീട്ടുകാർ ഭയങ്കര മോശമാണ്, അവള് പോയി പെട്ടതാണ് അങ്ങനെയെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ കുഞ്ഞാറ്റ എന്റെ അനിയൻ സ്നേഹിച്ചിരിക്കുന്ന പെങ്കൊച്ചിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്റെ വീട്ടുകാർ ഭയങ്കര മോശമാണ്, നീ പോയി പെട്ടരുത്, ഞാൻ അവള് പോയി പെട്ടാന്നൊക്കെ പറഞ്ഞു എന്റെ അനിയന്റെ പെങ്കൊച്ചിന്. അപ്പൊ അവരേനല്ല പറ്റി പറയും. അല്ല ഞാൻ പറയണെന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് ചാറ്റ് കിട്ടണേനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ചാറ്റ് കിട്ടണെന്ന് വെച്ചാൽ എന്റെ അനിയന്റെ അക്കൗണ്ടിലേക്ക് വാട്സപ്പിലേക്ക് അവളിങ്ങനെ ഈ കുഞ്ഞാറ്റാന്ന് പറഞ്ഞ വ്യക്തി സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം ഒക്കെ കഴിഞ്ഞിട്ട് അവനിപ്പോ അവിടെ പോയിട്ടാണല്ലോ അയച്ചു കൊടുത്തു. അപ്പൊ ഇവനത് എനിക്ക് അയച്ചു തന്നിട്ട് പറയുന്നത് ഇവിടെ ഇങ്ങനെ അയച്ചത് കൊടുത്തിട്ട് മ്യൂച്വൽ ഒപ്പിട്ട് തന്നില്ല എങ്കിൽ അവളുടെ വഴി കേസ് കൊടുക്കുമെന്നാണോ എന്താന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞാറ്റ അനിയന്റെ അനിയനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയൻ അതുപോലെ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ഫോർവേഡ് ചെയ്ത് തന്നു കഴിഞ്ഞപ്പം ഞാൻ അപ്പോഴാണ് ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന ആളുടെ കുറെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇതൊന്നല്ല, ഇതിൽ മാത്രമാണ് നിങ്ങളുടെ പൊന്നൂസിന്റെയും ഈ പറയുന്ന പിന്നെ ചിന്നുവിന്റെയും ഈ പറയുന്ന അവളുടെ അമ്മയുടെ ഒക്കെ കൂടി കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അക്കൗണ്ട് കാണുന്നത്. മനസ്സിലായോ? ഈ അല്ലാണ്ട് ഇതിന് മുന്നേ പറഞ്ഞ കുട്ടികൾക്ക് അറിയുന്നില്ല. എന്റെ പൊന്നു ബ്രോ 4 വർഷത്തിന് മുന്നേ ആണെന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. 4 വർഷത്തിന് മുന്നേ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ആളുകളെ വിളിച്ചു ചോദിക്കാം. ഞാൻ ഓക്കെ ഇതല്ല മെയിൻ ആയിട്ടുള്ള ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇവർ തമ്മിലുള്ള കോൺഫറൻസ് കോൾ ഉണ്ട്. 3 പേരും കൂടെ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. കാരണം ഞാൻ ഇനി മറ്റേനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇപ്പൊ കണ്ടൊരു വീഡിയോ ക്ലിപ്പിലാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു പോകുന്നത്. എന്തായാലും മെയിൻ ആയിട്ടുള്ളതൊന്ന് വെക്കാം. ഇവിടെ ചോദിക്ക്, നിങ്ങൾ പരസ്പരം അറിയില്ല. ഹലോ ഞാൻ നിന്നെ എവിടെ നിനക്ക് നീ എന്നെ കണ്ടിട്ടില്ല, അത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നീ എവിടെ ഞാൻ എനിക്ക് എതിരെ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും ഉണ്ടോ? എന്താണ് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ എവിടെ ആദ്യം ചോദിച്ചു ഞാൻ എവിടെ കണ്ടിട്ടുള്ളത്? അപ്പൊ അവള് പറഞ്ഞു കണ്ടിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടാ മെസ്സേജ് അയച്ചേ?
ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും വാട്സപ്പിലും. ഓക്കെ, എന്തായാലും അണ്ണൻ പറയുന്ന ബാക്കി കേക്ക്. മറന്നുപോയോ? ഞാൻ മറന്നുപോയതല്ല കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ മറന്നുപോയല്ല കുട്ടി, ഞാൻ മറന്നുപോയതല്ല കുട്ടി. എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഒരാളോട്ട് സംസാരിക്കുമ്പം ചില കാര്യങ്ങൾ അറിയാതെ വീഴാന്ന് പറയത്തില്ല, എനിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്തത്. ഇയാൾക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ തെളിവ്. ഇപ്പം ഞാൻ ഒരു കാര്യം, ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിന്റെ കാര്യങ്ങളോ തെളിവ് ഇയാളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. മെസ്സേജ് അയച്ചതിന്റെ കാര്യങ്ങൾ തെളിവുകളൊന്നുമില്ല. നിന്ന് ഞാൻ വാട്സപ്പിൽ ബ്ലോക്ക് ആക്കിയിട്ട് എന്റെ ഒരു തെളിവുണ്ട്. അല്ലാതെ ചെയ്തോ ഈ വാട്സപ്പിന്റെ അത് ബ്ലോക്ക് ചെയ്തതിന്റെ അകത്ത് നമ്മൾ ബ്ലോക്ക് ലിസ്റ്റ് എടുത്താൽ നമ്പർ നോക്കുമ്പോൾ അതിന്റെ അകത്ത് എന്നാ ബ്ലോക്ക് ചെയ്തേക്കുന്നത് കാണുമല്ലോ. അങ്ങനെ കാണൂല, നമ്മൾ അത് ടുഡേന്നാ കാണിക്കുള്ളൂ. നീ അപ്പൊ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തത് എടുത്ത് നോക്ക്, ടുഡേന്നാ കാണിക്കുള്ളൂ. ആ ടുഡേന്നാണ് കാണിക്കുള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട്, ഞാൻ ഇത് കഴിയുമ്പോൾ സുജിൻ ബ്രോ, ഞാൻ ഇത് കഴിയുമ്പോൾ സുജിൻ ബ്രോ ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചിടാം. അതിനകത്ത് മെയിൽ ഞാൻ ബ്ലോക്ക് ചെയ്തേക്കുന്ന ആളുടെ ഇതുവരെ കാണിക്കുന്നുണ്ട്. ശരിയാ. ഇപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഒരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഡേറ്റാ കാണിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നമ്മളിത് അൺബ്ലോക്ക് ചെയ്തിട്ട് നോക്കുന്ന ചില പരിപാടികളുണ്ട് ഡീപ്പ് ചെയ്ത്. ഇന്ന് ആ പെണ്ണ് ഇത് കേട്ടതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കി അത് തിരിച്ചിട്ടപ്പം ടുഡേ എന്നാണ് കാണിക്കുന്നത്. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. പുള്ളി പറയുന്നത് കേട്ട് അവൾ ഓൺ ചെയ്തായിരുന്നു. അത് അതുപോലെ കാണിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അത് പിന്നെ വലിയ തെളിവും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ, അതാണോ വലിയ തെളിവ്? എന്തായാലും സൈബറിൽ കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് താമസം എടുക്കും. താമസം എടുത്താലും കിട്ടേണ്ട രീതി, അത് കുറച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടിക്കോളും. അത് കിട്ടിക്കഴിഞ്ഞ സുജനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. എന്തായാലും ലവനെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തേക്കണം നിങ്ങളുടെ പവർ എന്താ. മനസ്സിലായോ? എന്ത് ഞാനൊരാളെ ബ്ലോക്ക് ചെയ്തേക്കുന്ന സമയം എപ്പോഴാണെങ്കിൽ ആ സമയം കാണിക്കും. കാരണം അതിനുശേഷം നമ്പർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടുഡേന്ന് കാണിക്കുള്ളൂ. എന്നാ എന്തേലും ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്തേലും ടുഡേന്ന് കാണിക്കുള്ളൂ. ഓക്കെ, അത് ടുഡേന്ന് കാണിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ആയിട്ടെ, ഈ ചേട്ടൻ എന്താ എന്റെലേക്ക് വന്നതിന്റെ എന്താ സൈബർ സെല്ലിന് ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തോട്ടെ. അപ്പൊ നീ എന്റെ കോൾ വിളിച്ചൊക്കെ അതിനകത്തുണ്ടല്ലോ. ഓക്കെ, എടുത്തു. ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ 4 വർഷത്തിന് നിങ്ങൾ പറയുന്ന 4 വർഷം, ഞാനൊരു കാര്യം പറഞ്ഞ 4 വർഷത്തിന് മുമ്പാണെന്ന് പറയുന്നു. 4 വർഷത്തിന് മുന്നെയാണെന്ന് എനിക്കറിയില്ല. കുഞ്ഞാറ്റയുടെ ഡെലിവറിയുടെ ടൈമിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ എനിക്ക് എന്റെ അനിയന്റെ അക്കൗണ്ടിലേക്ക് എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആള് ഈ സ്ക്രീൻഷോട്ട് അയച്ചപ്പോഴാണ് ഞാൻ ഇയാളുടെ പേര് കാണുന്നത്. ഞാൻ ഇയാളെ ഫോളോ ചെയ്ത് അതിന് മുന്നേ നീ എന്നെ ഫോളോ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാന്ന് തോന്നി ഇവനെ ഹാക്ക് ചെയ്തായിരുന്നു. കുഞ്ഞാറ്റയുടെ അക്കൗണ്ട് ഹാക്ക്. ഇന്നലത്തെ എന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 36 എന്നും പറഞ്ഞൊരു നമ്പർ കിടക്കുന്ന ഇവന്റെ ആയിരുന്നു. ഇവൻ ആ നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് തിരിച്ചു പിടിക്കാൻ നോക്കിയായിരുന്നു. അന്ന് തന്നെ കുഞ്ഞാറ്റയെ അത് മനസ്സിലാക്കി അമ്മയെ വിളിച്ച്, അമ്മ അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് രാത്രി 1:30 ആയപ്പോൾ ഇവനെ വിളിപ്പിച്ചിട്ട് സാറേ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ആ കുഞ്ഞാറ്റയാണ് അക്കൗണ്ട് തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് ഇവര് അതിനകത്ത് കയറിയിട്ട് അവൻ ചാറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണും, അല്ലെങ്കിൽ ഓരോ ID സെർച്ച് ചെയ്ത് കാണും. ഇവൻ പഠിച്ച കള്ളനാ. ഇവനാ അയാളെക്കാളും മോശം, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഞാനിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പൊ എനിക്ക് ഫോളോ റിക്വസ്റ്റ് അയച്ചു തന്നപ്പം കുറച്ച് ദിവസം മുന്നേ. അതെന്റെ നിന്റെ പേര് സോറി കുട്ടിയുടെ പേര് ഞാൻ എന്റെ വൈഫ് ആണെങ്കിൽ എന്റെ അനിയൻ അയച്ചു കൊടുത്തത് ഇതിൽ കണ്ടു. അതിലാണ് താങ്കളാണെങ്കിൽ ഈ പറയുന്നത്. അപ്പൊ നിന്റെ നമ്പർ എങ്ങനെയാ ഞാൻ ബ്ലോക്ക് ആക്കി? നിന്റെ നമ്പർ എനിക്ക് എവിടെ നിന്നാ കിട്ടിയേ? അല്ല, എന്റെ നമ്പർ ഞാനൊരു പബ്ലിക് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ നമ്പർ പലയിടത്തും കിട്ടത്തില്ലേ? എനിക്ക് പബ്ലിക് ആയിട്ടുള്ള ആരും എനിക്കറിയില്ല. പിന്നെ എങ്ങനെ നിന്റെ നമ്പർ കിട്ടണേ? കുഞ്ഞാറ്റയ്ക്ക് ഞാൻ നിന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇത് അമ്മയുടെ നമ്പർ അല്ലേന്ന് കൺഫേം ചെയ്യാനും ചോദിച്ചേ. ആണല്ലേ? ഓക്കെ, അല്ല ഞാൻ കേൾപ്പട്ടെ. വേറെ ആരെങ്കിലും എന്റെ നമ്പറില്ല. ഈ പറഞ്ഞ സുജിന്റെ അല്ല എന്റെ നമ്പർ. വേറെ ആരെങ്കിലും കയ്യിൽ നമ്പർ ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ആരെങ്കിലും കോൺടാക്ട് ഒന്നുമില്ല. ആരാണ് താങ്കൾ വിളിക്കാൻ വേണ്ടിട്ട്? ഞാൻ താങ്കളാണ്. എന്റെ പേര് അമലെന്നാണ്. എന്റെ അമലെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിന്ന് വിളിക്കാം. അല്ലാതെ എന്റെ ആരാന്ന് വിളിക്കുന്നതിനാ? എന്ത് വിളിച്ചതിന്? ഇയാൾ ഡാഡാന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇയാളുടെ ഓർമ്മ പറഞ്ഞേ. ശരി, ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ, കുട്ടിയുടെ തയ്ക്കുണ്ടല്ലോ, ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന താനല്ലേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തുവാ കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് നിനക്ക് റിലേഷൻഷിപ്പ്? കള്ളൻ, ഉടായിപ്പ്, അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഉടായിപ്പ് നമുക്ക് അറിയാലോ. എടേ നമ്മളും കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ടേ. നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. ഉടായിപ്പ് എന്നല്ല, നമ്മൾ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു, അത് വേറെ കാര്യങ്ങൾ. പക്ഷെ നീ അങ്ങനല്ലടാ, ഉറപ്പാണ്. ഇതിനൊക്കെ കണക്ക് പറയും. പിന്നെ സുജൻ ബ്രോ, സ്നേഹം കൊണ്ട് ഞാൻ പറയുക, സൂക്ഷിച്ചു. ഇവൻ ഏറെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ പോലും പറ്റത്തില്ല. ഓക്കെ ഗൈസ്, എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഇതാണ് കുറേ സത്യാവസ്ഥ. ഞാനും ആ കുട്ടീനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ ലീഗലി പോയിരിക്കുകയാണ്, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.